ദശകം 15 കപിലോപദേശം. ഇതിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ആ കർദമ മുനിയും ദേവഹൂതിയുടെയും മകനായി കപില ഭഗവാൻ വന്ന് ജനിച്ചു എന്നും അപ്പോൾ ഈ അച്ഛൻ കർദമ മഹർഷി കാട്ടിലേക്ക് പോയി. ആ വിഷമം അമ്മയെ അറിയിക്കാതിരിക്കുന്നതിനും ജനങ്ങളെ മഹത്തത്വങ്ങൾ കാട്ടിലേക്ക് പോയെന്നാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇതിൽ അമ്മയെ ഉപദേശിക്കുന്നതാണ്, തത്വങ്ങളെല്ലാം പറഞ്ഞ് മഹത്തത്വങ്ങളെല്ലാം പറഞ്ഞ് അമ്മയെ ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്യേശസക്ത ത്വമൃതകൃപരുന്ധേ ഭക്തിയോഗസ്തു ശക്തിം മഹധനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂതി നഗാദീഹി. ഇതിൽ മതിരിഹ ഗുണസക്ത, മതിരിഹ ബുദ്ധി, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഇഹ ഇവിടെ, ഗുണസക്ത ഗുണങ്ങളിൽ ആസക്തമായിട്ടുള്ള എന്നാണ്. ഗുണസക്ത ഗുണങ്ങളുമായി ആസക്തി ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ ലൗകിക സുഖങ്ങളിൽ ആസക്തി ഉണ്ടായാൽ ബന്ധനത്തിന് കാരണമാകും, ബന്ധനത്തിന് കാരണമാകും. തേഷ്വാസക്ത തേഷു അസക്ത തു അമൃത കൃപരുന്ധേ എന്നാണ്. ലൗകിക കാര്യങ്ങളിൽ ആസക്തി ഇല്ല എങ്കിൽ ത്വമൃത കൃപരുന്ധേ ഭക്തിയോഗസ്തു ശക്തിയും എന്നാണ്. ലൗകിക കാര്യത്തിൽ ആസക്തി ഇല്ല എങ്കിൽ അമൃത മോക്ഷത്തെ തരുന്നു എന്നാണ്. പിന്നെ കൂടുതൽ സുഖഭോഗങ്ങളിൽ കൂടുതൽ ആസക്തി ഉണ്ടെങ്കിൽ അത് ബന്ധനത്തിന് കാരണമാകുന്നു. ഈ സുഖഭോഗങ്ങളിലൊന്നും ആസക്തി ഇല്ലെങ്കിൽ അത് മോക്ഷത്തെ തരുന്നു എന്നാണ് ഈ രണ്ട് വരികളിലും പറയുന്നത്. മഹധനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ. ആ ഭക്തിയോഗം, ഭക്തി കിട്ടാനുള്ള വഴി മഹധനുഗമലഭ്യ, ആ മഹാന്മാരെ അനുഗമിച്ച് കിട്ടുന്നത് വെച്ചാൽ ഈ മഹത് ആയിട്ടുള്ള മഹർഷിമാരെയൊക്കെ അനുഗമിച്ച് കിട്ടുന്നത് ഭക്തി. ആ ഭക്തി രേവാത്ര സാധ്യ, ഭക്തി ഏവ അത്ര സാധ്യ. ഭക്തി ലഭിക്കണമെങ്കിൽ ഭക്തന്മാരുമായുള്ള സംസർഗമുണ്ടാകണം, തത്സംഗം പോലുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാലേ പിന്നെ ആ ഭക്തി കിട്ടുകയുള്ളൂ. ആ ഭക്തി കിട്ടിയാൽ നമുക്ക് എല്ലാ ആസക്തികളും ഇല്ലാതാകും എന്നാണ്. കപില തനുരിതിത്വം, ആ കപില സ്വരൂപിയായി ജനിച്ച കപില തനു ശരീരം, രീതി ഇപ്രകാരം കപില രൂപത്തിൽ ജനിച്ച ആ ശരീരം കിട്ടിയ ത്വം നിന്തിരുവടി ദേവഹൂത്യൈ നഗാദി, ദേവഹൂതി എന്ന അമ്മയെ ഉപദേശിച്ചു. എന്നുവെച്ചാൽ ലൗകിക കാര്യങ്ങളിൽ ആസക്തി ഉണ്ടെങ്കിൽ ബന്ധനത്തിന് കാരണമാകുമെന്നും ലൗകിക കാര്യങ്ങളിൽ ആസക്തി ഇല്ലെങ്കിൽ മോക്ഷത്തിന് കാരണമാകുന്നു എന്നും ഭക്തി ഉണ്ടെങ്കിൽ, ഭക്തി ഉണ്ടായാൽ ഇതിൽ നിന്നും എല്ലാം മോചനം കിട്ടുമെന്നും ആ കപില ഭഗവാൻ അമ്മയെ ഉപദേശിച്ചു.